എന്റെ മൂക്കിന്റെ പാലമായി ഉമ്മാർ ഇടിച്ചു പൊളിച്ചത്. പാമ്പൻ പാലം തകർന്നിട്ട് ശരിയാക്കുന്നു സാർ. അത് വെച്ച് നോക്കുമ്പോ സാറിന്റെ മൂക്കിന്റെ പാലം. എന്റെ ഫ്രിഡ്ജ് പോയി, മിക്സി പോയി, അതൊക്കെ പോട്ടെ. എനിക്ക് ഗിഫ്റ്റായി കിട്ടിയ ഒരു കുപ്പി സ്കോച്ച് എടുത്ത് അടിച്ച് വെളിവില്ലാതെ ഉമ്മാർ എന്നെ തന്നെ തല്ലി. വെളിവുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യോ? ഞങ്ങൾ നിരപരാധികളായിട്ട് കാണും. ഒരു കോഴിമുട്ടക്ക് എന്താ വില? കൃഷ്ണന്റെ മുട്ട കഴിക്കില്ല, നോൺ വെജിറ്റേറിയൻ. 1.25 രൂപ വരും. എത്ര? 1.25. അത് മിനിഞ്ഞാന്ന്. ഇന്നലെ 1.37. അതുപോലത്തെ 152 മുട്ടയാണ് ഉമ്മാർ എറിഞ്ഞു കളിച്ചത്. അങ്ങനെ കണക്ക് പറയരുത് സാറേ. ഒരു ഭൂമി ഉലുക്കം വന്ന് എല്ലാം പോയില്ലേ സാറേ? ഇന്നലെ പിന്നെ എന്താ നടന്നത് അവിടെ? വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോടാ? അതെല്ലാം പോട്ടെ. ഞാൻ രാവിലെയും വൈകിട്ടും ദൈവത്തെ പോലെ തിരികെത്തിക്കുന്ന എന്റെ അച്ഛന്റെ ഫോട്ടോ ഇവന്മാർ അടിച്ച് തകർത്തു. അതിനെന്താ പരിഹാരം? ഇവന്റെ വണ്ടിയിൽ ഇവന്റെ അച്ഛന്റെ ഫോട്ടോ വെറുതെ ഇരിക്കാണ്. അത് സാറ് കൊണ്ട് വേണമെങ്കിൽ ഫുൾ ടൈം വിളക്ക് വെച്ചല്ലേ? ഈ ഫയലൊന്ന് നോക്കിയേ. ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികളാ സാറേ. കഴിഞ്ഞ 2 വർഷമായിട്ട് എന്റെ കടയുടെ മുമ്പിൽ ഒരു വണ്ടി ഇടാറ്. പുതിയ പരാതി എഴുതിക്കോ. അതല്ല സാർ, ഒന്നും പറയണ്ട. എനിക്ക് ആരായാലും അടിച്ചാ മതി. എഴുതിക്കോ, ഒപ്പിട്ടോ. മാത്രം ഇട്ടാ മതി. കഴിഞ്ഞ 2 വർഷമായിട്ട് എനിക്ക് അറിയാവുന്ന കുട്ടികളാണെന്ന് പറയുമായിരുന്നു. ഇത്തവണത്തേക്ക് സാർ മാപ്പാക്കണം. വേറെ ആരും സഹായത്തിനില്ലാത്ത കുട്ടികളാ. സാറും കൂടി കൈമലർത്തിയാല്